Hello everyone, welcome back from the meditation. എല്ലാവരും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ മൈ അപ്രീസിയേഷൻസ് ടു യു ഓൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഇത് ഫ്രീ സെഷൻസ് ആണ്. എന്നിട്ടും നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിട്ടും കുറച്ച് പേര് മാത്രമേ റെഗുലർ ആയിട്ട് ജോയിൻ ചെയ്യാറുള്ളൂ. മാത്രമല്ല, ഇത് അവരവർക്ക് വേണ്ടിയിട്ട് അവരുടെ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള സെഷനാണ്. അപ്പം നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച ഈ സമയത്തിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രിസിയേഷൻ. കാരണം നമ്മൾ എപ്പോഴാണോ ഏതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മുടെ എന്തോ കാര്യങ്ങൾ നമ്മൾ തിരുത്താനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സെൽഫിൽ ഒരു ചേഞ്ച് വരുത്താനുണ്ടാവും. അപ്പം ഇത് നമ്മൾ വരുത്തുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചില സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ചെയ്താലും സെയിം പ്രശ്നം വേറെ കുറച്ച് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ നമുക്ക് തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രശ്നം നമുക്ക് വരുമ്പോഴും അതെന്തോ ഒരു സൂചനയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തോ ഒരു ചേഞ്ച് നമ്മൾ വരുത്താനുണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ആ ചേഞ്ച് വരുത്താത്ത രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതേ പ്രശ്നം തന്നെ പല രീതിയിൽ എന്ത് ചെയ്യും, പിന്നെയും പിന്നെയും വരും. ഓക്കെ, അപ്പൊ എപ്പോഴാണോ നമ്മൾ സെൽഫിലേക്ക് നമ്മൾ തിരിയുന്നത്, എപ്പോഴാണോ നമ്മൾ സെൽഫിൽ ആ ചേഞ്ച് വരുത്താനായിട്ട് സമയം നമ്മൾ കണ്ടെത്തുന്നത്, അപ്പോഴാണ് ഏതൊരു പ്രശ്നത്തിനാണെങ്കിലും യഥാർത്ഥമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങള് സെൽഫ് എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രീസിയേഷൻ. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ഇപ്പോഴും ഒരുപാട് സോൾവിങ് കഴിവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവര് ലൈഫില് ഒക്കെ നേടിയെടുത്താലും എന്തൊക്കെയോ മിസ്സിങ്, അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനം ഇല്ലായ്ക, അല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷൻ. ചില ആൾക്കാർക്ക് ഭയങ്കര പ്രഷർ, BP ഒക്കെ കൂടും വയസ്സാവും തോറും. ഓക്കെ, മറവി ഭയങ്കരമായിട്ട് കൂടും, ഓവർ തിങ്കിങ് കൂടും. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സെൽഫിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യാനുണ്ട്, അത് നമ്മൾ അവിടെ പരിഹരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യാം, ഇതിനൊക്കെ മാറ്റങ്ങൾ വരിക. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് മനസ്സമാധാനക്കുറവോ പ്രഷറോ ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒന്ന് എന്ത് ചെയ്യാണ്ട് ചേഞ്ച് ചെയ്യാണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു ചേഞ്ച് ചെയ്യുന്നത് പോയിട്ട് ആദ്യം നമ്മുടെ സെൽഫിനെ പറ്റി അറിയാൻ പോലും പല ആൾക്കാരും എന്ത് ചെയ്യാറില്ല, മുതിരാറില്ല. പക്ഷെ നിങ്ങൾ അതിന് ടൈം കണ്ടെത്തി. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രിസിയേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പല ആൾക്കാരും, ഞാൻ ടാസ്ക് ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. പലവരും ടാസ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ചെയ്തിട്ടില്ല. അതെന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം വേറെ എവിടെയും, അല്ലെങ്കിൽ ഒരു 80% നിങ്ങൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ആ 80% ഓഫ് പ്രോഗ്രാമും നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ടല്ല, അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ എങ്ങനെ പെരുമാറണം അവിടെ, നിങ്ങൾ ഇവിടെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ എടുക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. നിങ്ങൾ ഉള്ളിൽ എന്ത് ചേഞ്ച് ചെയ്യണമെന്ന് 80% ഓഫ് പ്രോഗ്രാംസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യില്ല, പറഞ്ഞു തരില്ല എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞു തരുന്ന കുറച്ച് പ്രോഗ്രാംസിൽ ഒന്നായിരിക്കും ഇത്. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ തന്ന ടാസ്കുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ടാസ്കുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്യും, മനസ്സമാധാനം, സ്നേഹം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പുറത്തുനിന്ന് ചിലപ്പോൾ അപ്പൊ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതൊക്കെ ആദ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് കിട്ടണം എന്ന് വലിയ വാശി നമുക്ക് ഉണ്ടാവില്ല. പുറത്തുനിന്ന് സാവധാനം എന്ത് ചെയ്യും, നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും, നമ്മൾ പീസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ സെൽഫിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗുണം. ഓക്കെ, അപ്പം ടാസ്ക് ചെയ്തു തുടങ്ങാത്തവർ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങാം. ഇതുവരെ ചെയ്യാൻ പറഞ്ഞ ടാസ്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തത്, നമ്മൾ ഡെയിലി ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന് നമ്മൾ ഒരിക്കലും വാല്യൂ പലപ്പോഴും കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ വാല്യൂ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി കൊടുത്തു തുടങ്ങുക. അതാണ് സെൽഫ് ലവിന്റെ ഒരു പാഠം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. അപ്പൊ ഇവൻ നിങ്ങൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്, ഒരു വാല്യൂ ഉള്ള സംഭവമാണ്. അതിനെന്ത് ചെയ്യാം, അത് ആ ഒരു വാല്യൂ കൊടുക്കുക. ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു,
ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ ഒരാളെ അൺകണ്ടീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണ്? വളരെ വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ. നിങ്ങളുടെ യുണീക്ക് ക്വാളിറ്റിന്ന് വരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അത് ഒരുപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അതൊരു ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനായിട്ടൊരു ബുക്ക് അല്ലെങ്കിൽ ഈ ജേർണൽ ബുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ഡേറ്റ് ഇടുക. ഇപ്പം നവംബർ 16 എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്തു. ഇന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇന്ന് വീട്ടിലത്തെ ആൾക്കാരായിട്ട് പുറത്തു പോകാൻ പറ്റി. ഓക്കെ. അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വാല്യൂ ചെയ്യാം. അതൊക്കെ വാല്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ടാണെന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ. രണ്ടാമത്തെ ടാസ്ക് തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് എഴുതാനായിട്ട്. ഓക്കെ. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ തന്നെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫാണ്. അതായത് ഇപ്പം ഒരു ഒരു നമുക്ക് തന്നെ ആഗ്രഹം ഉണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഡൗട്ട് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ എന്താണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ലിമിറ്റിംഗ് ബിലീഫ്. ഓക്കെ. അതിനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. കുറച്ച് പേര് അത് ടാസ്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ടാസ്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രിസിയേഷൻസ്. ഓക്കെ. ഇനി ഈ ലിമിറ്റിംഗ് ബിലീഫിന്റെ ടാസ്ക് ഉണ്ടല്ലോ അതിന് നിങ്ങൾ കുറച്ച് കൂടുതൽ പേജ് എന്ത് ചെയ്യാ വിടുക. ഓക്കെ. പിന്നെ നിങ്ങൾ ലേറ്റർ നിങ്ങൾ ഇങ്ങനെ പോണ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഓരോന്നായിട്ട് തോന്നുക. ഓക്കെ. അതായത് നമ്മൾ എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? അത് തോന്നിയ അപ്പൊ തന്നെ എന്ത് ചെയ്യാ? അത് ഈ ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ. കാരണം ഇതൊക്കെ എന്താണ്? അവയർനെസിന്റെ ഭാഗമാണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അവയർനെസ് ആണ് ഏറ്റവും നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മൾ എന്താണ് മറ്റുള്ളവരോട് പറഞ്ഞു പോകുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? ഓക്കെ. ഇങ്ങനത്തെ കാര്യത്തില് നമ്മുടെ തോട്ട്സ് എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവെയർ ആവുമ്പോഴാണ് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മളിൽ വരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമ്മളിൽ വരുത്താനുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റാം. ഓക്കെ. അപ്പം ഈവൻ ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ? ഓക്കെ. അപ്പം എന്ത് ചെയ്യാം? ഈ ഒരു സെൽഫ് അവയർനെസ് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉപകാരമാണ് നമ്മളെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫിന്റെ ടാസ്ക് എന്ത് ചെയ്യാ നിങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് സെഷന്റെ റെക്കോർഡിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അന്ന് നമ്മൾ ചെയ്തൊരു അസസ്മെന്റ് ഉണ്ട്. ഓക്കെ. നമ്മുടെ ലൈഫിൽ ഏതിന്റെ ബാലൻസിങ് ആണ് കുറവുള്ളത്? ഓക്കെ. നമ്മുടെ സ്പിരിച്വൽ അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കരിയർ അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ബെറ്റർ ആണ് എന്നുള്ളത് അസസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുക? നിങ്ങൾ റെക്കോർഡിങ്സ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതുകൂടി നിങ്ങളൊന്ന് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ. അപ്പൊ ഈ 3 ടാസ്ക് എന്ത് ചെയ്യാം? നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേനും ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇന്ന് ഒരു പുതിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ സെൽഫിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ഞാൻ ഒരു മൈൻഡ് പവർ ട്രെയിനർ ആണ്. ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. അപ്പം നമ്മൾ എല്ലാ മന്തിലും മൈൻഡ് പവർ റീപ്രോഗ്രാമിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ കോഴ്സ് ഈ മന്തിലെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 25-നാണ്. ഓക്കെ. അപ്പം ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും സ്പീഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു മാറ്റം വരുത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണിത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിൽ പെയിന് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ് എടുക്കുന്നുണ്ടാവും. ഓക്കെ. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സമാധാനം ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവ്നെസ് നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉള്ളില് ഒരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് കോൺഫിഡൻസ് കൂട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ ഏരിയയിലും നിങ്ങളെ ബെറ്റർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഇഗ്നൈറ്റ് ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്. ഓക്കെ. അപ്പൊ അതിന്റെ പോസ്റ്റർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സ്. ഓക്കെ.
അപ്പം നെക്സ്റ്റ് നവംബർ 25 മുതലാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 18 അല്ല, 25 മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യാം, എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിലൊരു കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും ഈ കോഴ്സ് ചെയ്യുമ്പോൾ. ഓക്കെ. ഫസ്റ്റ് ബെനിഫിറ്റ് നമ്മുടെ സെൽഫിനെ തന്നെ കിട്ടും എന്നുള്ളതാണ്, നമ്മുടെ ആ ഒരു ആക്റ്റീവ്നെസ് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിലൊരു ബെനിഫിറ്റ് ആണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അത് ബിൽഡ് ചെയ്യുന്നതിന്റെ ഉപകാരം എന്താണ് എന്നുള്ള രീതി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നാളെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്, വെബിനാർ. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നാളെ രാത്രി ഇതേ സമയമായിരിക്കും, 8 മണിക്കായിരിക്കും സെഷൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ കോഴ്സ്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ലൈഫിലൊരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കം. ഓക്കെ, ജോയിൻ ടു ദ കോഴ്സ്. ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വരാം, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെയധികം സമാധാനം തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന്. ഓക്കെ. അപ്പൊ അതിനു മുന്നേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ നിങ്ങൾ ഇടണം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിലോ ഒക്കെ നിങ്ങൾ വോയിസ് അയക്കാറുണ്ട് അല്ലെ? ഓക്കെ, പല ആൾക്കാർക്കും വോയിസ് അയക്കാറുണ്ട്. ഈ വോയിസ് അയച്ചത് പിന്നെയും നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് മടിയുണ്ടോ ഇല്ലയോ? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ എനിക്ക് മടിയില്ല, ഞാൻ കേൾക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് യെസ് ഇടാം. അല്ലെങ്കിൽ അത് ഞാൻ കേൾക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നതാണെങ്കിൽ നോ ഇടാം. ഓക്കെ, അതായത് വോയിസ് കേൾക്കാൻ ഇഷ്ടമുണ്ട് എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, കേൾക്കാൻ ഓക്കെ ആണ്, മടിയില്ല. ഓക്കെ, അപ്പം കേൾക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോ ഇടാം. കേൾക്കാൻ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അത് എപ്പോഴും കേൾക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് ഇടാം. ഓക്കെ. ഓക്കെ, അപ്പം എല്ലാവരും ഇതില് സ്വന്തം വോയിസ് ഒന്നുകൂടി കേൾക്കുന്നതിൽ ഓക്കെ ആണ്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങള് നിങ്ങളുടെ ഫോട്ടോ അല്ല, പക്ഷെ നിങ്ങള് ലൈക്ക് ഒരു വീഡിയോയില് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആ വീഡിയോ കണ്ടിരിക്കുമ്പോൾ എന്ത് ഫീലാണ് നിങ്ങൾക്ക്, വളരെ കംഫർട്ടബിൾ ഫീൽ ആണോ വരാറ്, അതല്ല അതൊന്ന് പെട്ടെന്ന് അവസാനിച്ചെങ്കിൽ എന്നുള്ള ഫീൽ ആണോ വരാറ്? ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് യെസ് ഇടാം. നിങ്ങൾക്ക് ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ല, അതൊന്ന് പെട്ടെന്ന് അവസാനിച്ചെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഫീൽ ആണ് വരുന്നതെങ്കിൽ നോ ഇടാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ഒരു വീഡിയോയിലുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിപ്പം കല്യാണത്തിന്റെ വീഡിയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി കാണുകയാണ്, നിങ്ങളുള്ള വീഡിയോ നിങ്ങൾ ഫോണിലോ ഇതിലോ കാണുകയാണ്, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് കാണുകയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് ഇരിക്കുന്നതിൽ കാണുകയാണ്. അപ്പൊ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു ആ വീഡിയോയിൽ. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഹൗ യു ഫീൽ, അതായത് ആ വീഡിയോ കാണുന്ന സമയത്ത് അത് ഞാനാണല്ലോ എന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ എൻജോയിങ് ആയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്, അതോ ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് അവസാനിച്ചെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ എന്നുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ യെസ് ഇടാം, കംഫർട്ടബിൾ അല്ലെങ്കിൽ നോ ഇടാം. ഓക്കെ.
അപ്പൊ കുറച്ച് പേര് യെസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് പേര് നോ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ 10 years ആയിട്ട് മാരേജ് വീഡിയോ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങളുടെ സെൽഫ് അവയർനെസ് ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ആഹ് ഇതെന്താണ്, സെൽഫ് അവയർനെസ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സെൽഫ് അവയർനെസ് ആണ് അല്ലെ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ വീഡിയോ, ഓഡിയോ ഒക്കെ വളരെ കൂളായിട്ട് ഇഷ്ടത്തോടു കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളെ നമ്മളായിട്ട് എന്ത് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളത്. ഓക്കെ. നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുക. ഓക്കെ. ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അങ്ങനെ ക്വാളിറ്റി ഉള്ള എല്ലാവർക്കും ഈ ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും നമ്മൾ അംഗീകരിക്കാറില്ല. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മള് പലപ്പോഴും നമ്മളുടെ വോയിസോ വീഡിയോ കാണുന്ന സമയത്ത് അതിനെ നമ്മൾ പെട്ടെന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ, കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ വേറൊരു നമ്മളാണ്. അതായത് വോയിസ് ഒക്കെ പറയുന്ന ആൾക്കാർ പറയും ഇത് എന്റെ സൗണ്ട് അല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ സെൽഫ് ലവ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കൂടുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സെൽഫ് ലവിന്റെ വൺ ഓഫ് ദ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്, സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുക. ഓക്കെ. ഇനി ഈ സെൽഫ് അക്സെപ്റ്റൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിന്റെ ഡിഗ്രി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഒരു 5% ആയിരിക്കും, ചിലർക്ക് 20 ആയിരിക്കും, ചിലർക്ക് 50 ആയിരിക്കും, ചില ആൾക്കാർക്ക് 90 ആയിരിക്കും. ഓക്കെ. അപ്പം സെൽഫ് അക്സെപ്റ്റൻസ് വളരെ കുറവുള്ള ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് ആരെങ്കിലും എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇത് പെയിൻ ആവും. ഓക്കെ. അങ്ങനെ പെയിൻ ഉള്ളവരുണ്ടോ? ഭയങ്കരമായിട്ട് ആരെങ്കിലും നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഭയങ്കരമായിട്ട് അത് ഹർട്ട് ആവുന്ന ആൾക്കാര്, ദേഷ്യം വരുന്ന ആൾക്കാര്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ. ബാക്കി എല്ലാവർക്കും അതായത് ആ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൗ വി ഫീൽ എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഡിസ്കംഫോർട്ട് ആണോ ഫീൽ ചെയ്യുക, നിങ്ങൾക്ക് ഹർട്ട് ആവുന്നുണ്ടോ, അതാണ് ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ ഹർട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലിടാം. ഓക്കെ. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഓക്കെ. എപ്പോഴും ഒരുപോലെ അല്ല അല്ലെ. ഓക്കെ. പുറത്തുള്ളവർ പറഞ്ഞ നോ സീൻ, അമ്മ അച്ഛൻ പറഞ്ഞ ഇമോഷണൽ ആക്കും. ഓക്കെ. റൈറ്റ്. ഓക്കെ. ഇതും എന്താണ്, എല്ലാവർക്കും ഒരു ഡിഗ്രിയിൽ ഉണ്ടാവും. ഇൻ ദ സെൻസ് ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ആര് പറയുന്നു എന്നുള്ളതാണ് ഫാക്ടറാണ്. ചിലവർക്ക് പുറത്തുള്ളവർ പറഞ്ഞാൽ എന്താണ് ഫാക്ടറാണ്. ചിലവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ചിലവർക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാലും പ്രശ്നമില്ല, പുറത്തുള്ള ആൾക്കാർ പ്രശ്നമില്ല. ഓക്കെ. അങ്ങനെ പല രീതിയിലുണ്ടാവും. ഓക്കെ. ഇത് നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് ഇതിന്റെ ഡിഗ്രി വരിക. ഓക്കെ. അപ്പൊ നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് ഒരു 80% ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ഈവൻ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാലും നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യില്ല. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആര് പറഞ്ഞാലും പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നോർമൽ ആണ് കേട്ടോ. എല്ലാവർക്കും എന്തുണ്ടാവും, പല ഡിഗ്രിയിലെ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ സെൽഫ് അക്സെപ്റ്റൻസ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, നമ്മുടെ ആഹ് ഈ ഒരു സെൻസിറ്റിവിറ്റി കുറയുന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ചില ആൾക്കാർ കേട്ടോ, അവർക്ക് ആഹ് അവരെ ജഡ്ജ് ചെയ്യുന്നതൊന്നും പ്രശ്നമല്ല. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ അവരെടുക്കുള്ളൂ. ഓക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് അക്സെപ്റ്റൻസ് നല്ലോണം ഉണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് എസ്പെഷ്യലി ആഹ് നമ്മുടെ വീട്ടിൽ മാത്രമൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുറത്തധികം പോവാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സെൽഫിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് സെൽഫ് അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പത്തേനും വിഷമാവും. പിന്നെ കാലാകാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ പരിഭവം കേൾക്കേണ്ടി വരും. ഓക്കെ.
അപ്പോ ഇത് നമ്മള് മാറ്റിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് സെൽഫ് അക്സെപ്റ്റൻസ് കൂട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പം സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പറ്റിയിട്ട് ആലോചിക്കണം. ഓക്കെ, നമുക്കറിയാം വേൾഡില് ഒരാൾ പോലും എന്തില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. ഓക്കെ, എല്ലാവരും എന്താണ്, ഇൻപെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ട്രൂത്ത് ആണ് നമ്മൾ ആദ്യം ഉണ്ടത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാനും ഇൻപെർഫെക്റ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാനായിട്ട് പറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സെൽഫ് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻപെർഫെക്ഷൻ, എന്തെങ്കിലും തെറ്റുകൾ നമ്മളെ അടുത്തുനിന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ആവും. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആണല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ തെറ്റ് വരുത്താൻ പാടില്ലല്ലോ, ഞാൻ മിസ്റ്റേക്കുകൾ വരുത്താൻ പാടില്ലല്ലോ, അങ്ങനെയുള്ള ഒരു തോട്ടാണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ട ഒരു കാര്യം, വേൾഡിൽ എല്ലാവരും ഇൻപെർഫെക്റ്റ് ആണ്, ഞാനും ഇൻപെർഫെക്റ്റ് ആണ്. ഓക്കെ, ഈ ഇൻപെർഫെക്റ്റിന് ആയിട്ടുള്ള എന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലൈഫില് സമാധാനം ഫസ്റ്റ് കിട്ടും. ഓക്കെ, നമ്മൾക്ക് സമാധാനം മിസ്സാവുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അവര് ചെയ്തത് ഞാൻ ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയും അവരുടെ ക്വാളിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാതെ നമ്മൾ നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈല് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ തോട്ടുകൾ, അങ്ങനെ രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിൽ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അതിലെന്ത് ഫോൾട്ട് വന്നാലും പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് ഒരു ഇഷ്ടമാണ് വരുന്നത്. ഈ ഇഷ്ടം വന്നു കഴിഞ്ഞാല് നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് കാണുന്ന സമയത്ത് അത് തിരുത്തുന്നതും നമുക്ക് എന്തായിരിക്കും, ഇഷ്ടമായിരിക്കും. ഓക്കെ, നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് നല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിൽ തെറ്റ് കാണുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇൻ ദ സെൻസ്, അത് ഞാൻ പറയാൻ ഫുള്ള് പറയട്ടെ. അതായത് നിങ്ങൾ അംഗീകരിച്ചല്ലോ, നിങ്ങൾ നിങ്ങളായിട്ട് അംഗീകരിച്ചു, നിങ്ങൾ എന്താണ്, ഞാൻ ലൈഫിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളിൽ ഓരോ തെറ്റുകളും, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന്റെ ഇടയിലായിരിക്കും കുറെ മിസ്റ്റേക്ക് നിങ്ങളെ പറ്റാം. ഓക്കെ, അത് കാണുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഈ തെറ്റുകൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നോട്ടീസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ നോട്ടീസ് ചെയ്തു. അതായത് എന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് ഞാൻ നോട്ടീസ് ചെയ്തു, ഇനി ഞാൻ അത് എന്ത് ചെയ്യാൻ പോവാണ്, കറക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങൾ 50% മാത്രം ഗുഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ തെറ്റ് കൂടി തിരുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 51% ഗുഡ് ആയിട്ടുള്ള ആളായിട്ട് മാറും. ഓക്കെ, അപ്പം ഇവൻ നമ്മളിൽ ഒരു ഫോൾട്ട്, നമ്മൾ അത്രയും കാലം ശ്രദ്ധിക്കാതിരുന്ന ഒരു ഫോൾട്ട് നമ്മൾ മനസ്സിലാവുമ്പോൾ നമ്മൾ അത് തിരുത്തുമ്പോൾ നമ്മൾ ആക്ച്വലി ബെറ്റർ ആവാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ ഈ സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയോ, അവര് ഈ ഒരു തെറ്റ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ആഹ് അവരെന്ത് ചെയ്യും, അവരെ സ്വന്തം എന്ത് ചെയ്യും, നെഗറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കും. ഓക്കെ, അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യും, മോശമായിട്ട് പറയും. ഓക്കെ, ഈ എന്ത് ചെയ്യില്ല, ഒരിക്കലും എനിക്ക് നന്നാവാൻ പറ്റൂല, അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യും, സെൽഫ് ടോക്കുകൾ നടത്തും. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും, കണ്ടോ അവനെ കണ്ട് പഠിക്കും നീ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് എന്ത് ചെയ്യും, സെൽഫ് ടോക്ക് നടത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യല്ല ചെയ്യാൻ, നമ്മൾ അടിയിലേക്ക് പോവാ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത് സെൽഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, നമ്മളായിട്ട് എല്ലാ ഇൻപെർഫെക്ഷനോട് കൂടി നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് ഇവൻ നമ്മളിൽ വരുന്ന മിസ്റ്റേക്കുകൾ പോലെ എന്താണ്, നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ, കാരണം ഓരോ മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്ന സമയത്തും നിങ്ങൾക്ക് ഇന്നലത്തേനേക്കാളും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സെൽഫ് അക്സെപ്റ്റൻസിന്റെ ഒരു ഗുണം. നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. ഓക്കെ, മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെൽഫിന് എന്ത് കൊടുക്കുമ്പോഴും ആദ്യം സന്തോഷം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക നമ്മുടെ ഉള്ളിലാണ്. പിന്നെയാണ് എന്ത് ചെയ്യാം, പുറത്തുനിന്ന് കിട്ടുക. നമ്മൾ ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും.
പിന്നെയാണ് എന്ത് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം തരാം. അപ്പൊ ഒരിക്കലും നമ്മളെ full ആയിട്ട് എല്ലാ ഇൻപെർഫെക്ഷനോട് കൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന നമ്മള് പിന്നെ ആരെങ്കിലും നമ്മളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ കമ്പാരിസണ് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് കമ്പയർ ചെയ്ത കാര്യത്തിൽ ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് തിരുത്തണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. കാരണം നമ്മുടെ ഇന്റൻഷനിൽ നമ്മൾ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ പോലും അത് തിരുത്തുന്നത് എന്താണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ സെൽഫ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഇവൻ മിസ്റ്റേക്കുകൾ പോലും തിരുത്താൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളോട് എടാ ഈ അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും? ഒന്ന് ചെക്ക് ചെയ്യും, എന്റെ ആ ആക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ. ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്കിത് തിരുത്താനായിട്ട് നമ്മൾ വളരെയധികം റെഡി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബോധർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അത് അവർക്ക് മാത്രം തോന്നിയ കാര്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ ലീവ് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മുടെ ലൈഫ് ഒരുപാട് പീസ്ഫുൾ ആയിട്ട് മാറും. കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എപ്പോഴും എല്ലാവർക്കും എല്ലാവരും കോമൺ ആയിട്ടുള്ള പാറ്റേൺ കാണണം. ഓക്കെ, നമ്മളൊന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഫഷനോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പം സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? നമ്മളെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ആ ജഡ്ജ്മെന്റിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആരോടാ ദ്രോഹം ചെയ്യുന്ന അറിയോ? നമ്മുടെ സെൽഫിനോട്. കാരണം നമ്മുടെ ഉള്ളിൽ മാത്രം വന്നിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡ്രീം ഒക്കെ ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിനനുസരിച്ച് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ നമ്മുടെ സെൽഫിനോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അവരുടെ വാക്കിന് വില കൊടുത്തിട്ട് അവർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ്. പക്ഷെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളത് നല്ല ഇന്റൻഷൻ ആണ് എന്നുള്ള ഒരു തോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇതിൽ പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് സെൽഫ് അക്സെപ്റ്റൻസിന്റെ ഒരു ഗുണം. ഇത് എന്ത് ചെയ്യും? നമുക്ക് ലൈഫിൽ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് എപ്പോഴും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം നമ്മളുടെ ഉള്ളിൽ ചിന്ത എന്താണ്? നമ്മൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കണം എന്നോ ഒന്നുമല്ലല്ലോ. നമ്മൾ എന്താണ്? ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു നല്ല ഉദ്ദേശമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഓക്കെ, നമ്മളെ ഇൻപെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്ത് മിസ്റ്റേക്കുകൾ പറ്റുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? റെഡിയാണ് ടു അക്സെപ്റ്റ്. ഓക്കെ, അപ്പം ഈ സെൽഫ് അക്സെപ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കീ ടൂൾ ഫോർ സെൽഫ് ലവ്. നമുക്ക് നമ്മളോടൊരു ഇഷ്ടം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇപ്പം നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ എത്ര പെർസെന്റേജ് ഗുഡ് ആണെന്നൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഇട്ടാൽ മതി. നിങ്ങൾ എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയ തെറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു തെറ്റുകൾ വെച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് പറയാം നിങ്ങൾ എത്രത്തോളം ഗുഡ് ആണെന്നുള്ളത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഇടുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതനുസരിച്ച് നോക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ഈ സ്വഭാവം മാറ്റാൻ പറ്റുന്നതാണ്, പക്ഷെ ഞാൻ അതൊരു മാറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 60% ഗുഡ് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പെർസെന്റേജ് ഒന്ന് ഇട്ടേ. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പെർസെന്റേജ് എത്രയാന്ന് നോക്കാം. 50, 65. ഒരു പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞ സമയത്ത് ആദ്യം നിങ്ങൾക്ക് ഒരു കൗണ്ട് വന്നിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കൗണ്ട്. 45, 70, 90, 90. 70% ഫസ്റ്റ് വന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരും ഇടൂ. നിങ്ങൾ റഫായിട്ട് ഇട്ടാൽ മതി. 60, 60, 50. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർസെന്റേജ് നിങ്ങൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങളിപ്പോ എന്ത് ആക്ച്വലി ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ 50% ഗുഡ് ഉള്ളൂ അല്ലെങ്കിൽ 50% ഞാൻ എന്താണ് ഇൻപെർഫെക്റ്റ് ആണെന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്തു? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇത് 50-51 ആക്കണം എന്ന് ലൈഫിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 50 ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് 50-51 ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റും വരില്ല. മാത്രമല്ല ലൈഫ് ഭയങ്കര സങ്കടത്തിലായിരിക്കും. എന്നാൽ നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ലൈഫിൽ എടുക്കുന്ന സമയത്ത്, ഇവൻ നമ്മളിപ്പോ സീറോ ഉള്ള സ്റ്റേറ്റിലാണെങ്കിൽ കൂടിയും ആ സീറോനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒന്നിലേക്ക് എത്താൻ പറ്റുക. ഒന്നിലാണ് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, രണ്ടിലേക്ക് എത്താൻ പറ്റുക. അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. എന്താ ഇത് ഉള്ളത്, എന്ത് ചെയ്യുക, സീറോ ഉള്ളത് 1 ആക്കുക, 1 ആക്കുന്നത് 2 ആക്കുക. കാരണം അവിടെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. കാരണം ഇന്നലെ ഞാൻ സീറോ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഞാൻ 1 ആയി, നാളെ ഞാൻ 2 ആവും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഏത് സ്റ്റേജിലാണ് ഉള്ളത്, ഏത് വാല്യൂലാണ് ഉള്ളത്, എത്ര പെർസെന്റേജിലാണ് നമ്മൾ ഉള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളോടൊരു സ്നേഹം എന്ത് ചെയ്യും, വരുന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോഡ്സ് കാണാം, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഡ്സ്. ഒന്നാമതാണ്, ദ മൊമെന്റ് യു അക്സെപ്റ്റ് യുവർ സെൽഫ് യു ബിക്കം ബ്യൂട്ടിഫുൾ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു മൊമെന്റ് എടുത്തിട്ട്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലെ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവോടും പോസിറ്റീവോടും കൂടെയുള്ള എന്നെ ഞാൻ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് നിങ്ങളോട് തന്നെ ഒന്ന് ഒരു മിനിറ്റ് എടുത്തിട്ട് ഒന്ന് പറയാ. ഫീൽ ഇറ്റ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഐ അക്സെപ്റ്റ് യു വിത്ത് യുവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ എന്ന് പറയാ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, ഞാൻ നിന്നെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, യു ക്യാൻ ടേക്ക് 1 minute. ഐ അക്സെപ്റ്റ് മൈസെൽഫ് വിത്ത് മൈ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. ഐ അക്സെപ്റ്റ് മൈ സെൽഫ് വിത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് മൈ നെഗറ്റീവ്സ്. ഓക്കെ, എന്റെ ഉള്ളിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്. ഞാനത് രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ രണ്ടും കൂടി ചേർന്ന് എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന ഒരു സംഭവമാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ ഒരു സ്നേഹം. ഓക്കെ, പല സമയത്തും നമ്മള് നമ്മളുടെ നെഗറ്റീവ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും മറ്റുള്ളവർ പറയാൻ മടിക്കാറുണ്ട്. ഈവൻ ഞാൻ പോലും ചില സിറ്റുവേഷൻസിൽ അങ്ങനെ പറയാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും, അത് നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു ടൂളായിട്ട് എടുക്കും. ഓക്കെ, മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളെ നെഗറ്റീവ്സ് ഒന്നും പറയണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, യു ക്യാൻ ലീവ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് മൂമെന്റിൽ ജീവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാൻ പോവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറെ സ്റ്റേജിൽ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അവരെ പോലെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ അവിടെ പ്രസന്റ് ചെയ്യാനും പറ്റൂല. മാത്രമല്ല, നിങ്ങൾ എന്തായിരിക്കും, വളരെയധികം ഫിയർഫുൾ ആയിട്ടാണ് എന്ത് സംസാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായിരിക്കും, ഞാൻ പറയുന്നത് ഒരു കൺവിൻസ്ഡ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കുറെ തോട്ട്സ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നമ്മളെ പ്രസന്റ് ചെയ്യാനും പോലും പറ്റൂല. ഓക്കെ, മാത്രമല്ല, നമ്മള് വളരെ ഫിയർഫുൾ ആയിട്ടാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ 0% ആണ് നമുക്ക് പബ്ലിക് സ്പീക്കിംഗിൽ ഉള്ളത്, സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാനുള്ള കഴിവ് 0% ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഞാൻ 0% ആണ്, ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ പോയി സംസാരിക്കുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും, അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കിട്ടാനുണ്ട്. ഒരുപക്ഷെ സംസാരിച്ചിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഞാൻ വരുത്തുന്നുണ്ടാവും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1% ആവാൻ പറ്റും, അല്ലെങ്കിൽ 5% ആവാൻ പറ്റും, അല്ലെങ്കിൽ 10% ആവാൻ പറ്റും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പൊ ഈ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ നമ്മള് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവലി ഇംപ്രൂവിങ് ആയിരിക്കും. മാത്രമല്ല, നമുക്ക് അതെന്താണ്, സന്തോഷമുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. കാരണം നമ്മളവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പേടി എന്താണ്,
മറ്റുള്ളവർ നമ്മളെ മറ്റാളെ പോലെ സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കണ പോലെ സംസാരിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ നമ്മളെ പേടി. പക്ഷെ അവിടെ അങ്ങനെയൊക്കെ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ നമ്മളോടൊപ്പം നിൽക്കുക. ഓക്കെ, അതായത് ഞാൻ 0% ആയിരുന്നു. ആ സ്പീച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് റിയലൈസേഷൻസ് കിട്ടി, എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, അപ്പം ഇതിലൊക്കെ എന്ത് ചെയ്തു, എന്റെ പെർസെന്റേജ് 0ൽ നിന്ന് 1 ആയി, അല്ലെങ്കിൽ 1ൽ നിന്ന് 10 ആയി എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ലൈഫിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സെഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒബ്വിയസ്ലി ഒരുപാട് മറ്റുള്ള സെഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ അവരെ പോലെ എടുത്താലാണോ എനിക്ക് മനസ്സിലാവുക എന്നുള്ള രീതിയിൽ ഞാൻ സെഷൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അവര് പറയുന്ന കോണ്ടന്റ് പോലെ ഞാൻ പറയേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാംനെസ്സിൽ പറയാൻ പറ്റില്ല. എന്റെ ഉള്ളിൽ ഫുൾ എന്തായിരിക്കും, ഫിയർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും എന്റെ ഉള്ളിൽ ഒരുപാട് തോട്ടുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാനും പോലും പറ്റൂല. അപ്പൊ ആ സമയത്ത് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവൻ ഈ സെഷനിൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയാൽ പോലും എന്ത് ചെയ്യും, നെക്സ്റ്റ് സെഷൻ എടുക്കുമ്പോൾ എന്താണ്, അതെനിക്ക് ഇമ്പ്രൂവ്മെന്റ് തരും. ഓക്കെ, ഇതിനേക്കാൾ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നെക്സ്റ്റ് സെഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതിലായിരിക്കും എന്റെ കോൺഫിഡൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഞാൻ അതിൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇത് എപ്പോഴാണ് പോസിബിൾ ആവുക, നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളതായിട്ടുള്ള ആ യുണീക്ക് സ്റ്റൈലിൽ തന്നെ എന്ത് ചെയ്യുക, അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ആർക്കും പറ്റൂല. അപ്പൊ അതിൽ ചെയ്യാന്നുള്ളതും അതിൽ സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതും നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യും, അടിപൊളിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സെഷൻസ് എടുക്കുന്നത്, ഞാൻ എന്നെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ട് സെഷൻസ് എടുക്കുന്ന സമയത്ത് ഞാനിപ്പോ 0 ആണെങ്കിൽ കൂടിയും 1 ആണെങ്കിൽ കൂടിയും എനിക്ക് ഈ പ്രോസസ്സ് പോലും എന്താണ്, എൻജോയിങ് ആണ്. കാരണം ഞാൻ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നെഗറ്റീവ് ഫീഡ്ബാക്സ് വന്നു കഴിഞ്ഞാലും പോസിറ്റീവ് ഫീഡ്ബാക്സ് വന്നു കഴിഞ്ഞാലും എന്താണ്, ആ സമയത്ത് ടെമ്പററി ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഇമോഷൻസ് ഒക്കെ വരും. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന രീതിയിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഞാൻ ആലോചിക്കുക, അന്ന് ഞാൻ സെഷൻസ് എടുത്തല്ലോ, അത് ആ എടുത്ത കാര്യത്തിലായിരിക്കും ഞാൻ പ്രൗഡ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ടെമ്പററി ഇമോഷൻസ് ഒക്കെ അവിടെ ചെയ്യും, അവിടുന്ന് പോകുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ലൈഫിൽ എന്ത് കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അതും നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള വേയിൽ. നിങ്ങൾ ആലോചിക്കുകയും, ഈ വേൾഡിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ എല്ലാവരും അവരുടെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവർ പുതിയതായിട്ട് ഒരു കാര്യം കൊണ്ടുവരില്ല, കാരണം അവർക്ക് പേടിയായിരിക്കും. അതുവരെ ലോകം കണ്ട കാര്യങ്ങളിൽ തന്നെ ഇയാളും ചെയ്യണം എന്നായിരിക്കും ലോകം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇയാള് പുതിയതായിട്ടൊരു സംഭവം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന എന്താണ്, അയാള് ഫുൾ അക്സെപ്റ്റൻസ് കൊടുത്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ്, യുണീക്ക് ആണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു മാജിക് ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വേൾഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ബോത്ത് പോസിറ്റീവ് നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ആ ഒരു ജേർണി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറൊരു കോട്ടാണ്, ടു ബി ബ്യൂട്ടിഫുൾ മീൻസ് ടു ബി യുവർ സെൽഫ്. യു ഡോണ്ട് നീഡ് ടു ബി അക്സെപ്റ്റഡ് ബൈ അതേഴ്സ്, യു നീഡ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മനസ്സമാധാനം കുറവുണ്ടെങ്കിൽ, സന്തോഷം കുറവുന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചെയ്യില്ല, നമ്മളെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റൂല. നമുക്കേ അറിയുള്ളൂ നമ്മൾ പൂർണ്ണമായിട്ട്. ഓക്കെ, അപ്പം നമ്മളായിട്ടിരിക്കുക, നമ്മളെ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെന്റിലേക്ക് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ആ ജേർണി തന്നെ പീസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം എന്ത് ചെയ്യും, തുടങ്ങുന്നതാണ്. ഓക്കെ, ഇനി ഇവൻ നെക്സ്റ്റ് ഒരു തോട്ടാണ്, ദ മൊമെന്റ് യു അക്സെപ്റ്റ് വാട്ട് ട്രബിൾസ് യു ഹാവ് ബി ഗിവൺ, ദ ഡോർ വിൽ ഓപ്പൺ. അതായത് ഇവൻ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു. ഓക്കെ, അങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഞാൻ ഈ കാര്യം ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ തെളിയുമെന്നാണ് പറയണത്. ഓക്കെ, പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ചെക്ക് ചെയ്യാറ് പോലും ഇല്ല.
ഓക്കെ. അപ്പോഴാണ് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് പല രീതിയിൽ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരിക. പക്ഷെ നമുക്ക് വന്ന ഏതൊരു പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും, നമുക്ക് വരുന്നതാണ്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിന് ഞാൻ തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തണം, എനിക്ക് വന്നിട്ടുള്ള പ്രോബ്ലം ആണ്, ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ ചില സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ആ പ്രശ്നം ഇത് എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് സോൾവ് ചെയ്യട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രശ്നത്തിനെ കണ്ടില്ല എന്നവിടെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ മാറി നിൽക്കും. ഓക്കെ, ചിലപ്പോൾ ആ പ്രശ്നം അവിടെ നിന്ന് താൽക്കാലികമായിട്ട് പോകും, പക്ഷെ ആ പ്രശ്നം എന്ത് ചെയ്യും, വേറെ സമയത്ത് പിന്നെയും നമ്മളിലേക്ക് തിരിച്ചു വരുന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മളെ കടബാധ്യതകളായിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആയിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മളിൽ ചേഞ്ചസ് വരുത്തുക. അപ്പൊ എന്ത് ചെയ്യും, ആ പ്രശ്നം അവിടുന്ന് പോകും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യില്ല, നമ്മുടെ ലൈഫിൽ അത് വരില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം സെൽഫ് അക്സെപ്റ്റൻസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട് കാണണം. ഓക്കെ, ഈ വേൾഡിൽ നമ്മളെ പോലെ വേറെ ആരുമില്ല. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ സെൽഫ് എന്ന് പറയുമ്പം അതില് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ ഫ്രണ്ട്സ്, മറ്റുള്ള സറൗണ്ടിങ്, ഇപ്പം സിനിമ, ബുക്സ്, അതൊക്കെ നമ്മൾ തന്നിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചിന്തകൾ ഉണ്ടാവും. ഇത് മൂന്നും എന്താണ്, നമ്മുടെ സെൽഫിൽ ഉണ്ടാവും. നമ്മളുടെ സെൽഫ്, ട്രൂ ആയിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും എന്തായിരിക്കും അറിയോ, നമുക്ക് മാത്രമായിട്ടുള്ള സംഭവമായിരിക്കും. ഓക്കെ, ആ യുണീക്നെസ് അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് ഞാനാണ്, അത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നതല്ല എന്ത്, നമ്മുടെ സെൽഫ്. ഓക്കെ, ഈ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് ഒരിക്കലും നിങ്ങൾ ജനിച്ച സമയത്ത് കിട്ടിയതാവില്ല, ജനിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും എവിടുന്നേലും കിട്ടിയതായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നിങ്ങളിൽ ഹയർ സെൽഫ് ഉണ്ട്, ലോവർ സെൽഫ് ഉണ്ട്. നിങ്ങളിൽ നെഗറ്റീവായിട്ട് നിങ്ങളിൽ പിടിപെട്ടിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സോ മറ്റുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ലോവർ സെൽഫിന്റെ ഭാഗമാണ്. ഓക്കെ, നിങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഡ്രീംസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കില്ലുകൾ ആയിക്കോട്ടെ, നിങ്ങളുടെ നല്ല തോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ നല്ല ഇന്റൻഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ഹയർ സെൽഫിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്നാണ് എന്ത്, നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർന്നാണ് ഞാൻ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇംപെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ നമുക്ക് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ലോവർ സെൽഫിലുള്ള കാര്യങ്ങൾ, അതെന്ത് ചെയ്യുക, തിരുത്തി തിരുത്തി കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് രണ്ടും നമ്മളിലുണ്ട്. എന്നാൽ ഇതിലത്തെ ലോവർ സെൽഫിനെയാണ് എന്ത് ചെയ്യണം, പതുക്കെ 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 എന്ത് ചെയ്യണം, അതിലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റേണ്ടതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, വേൾഡിൽ യുണീക്ക് ആണ്. അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നർച്ചർ യുവർ യുണീക് ക്വാളിറ്റീസ്, സ്കിൽ, ഡ്രീംസ് ആൻഡ് ഐഡിയാസ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇത് നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്നുള്ള ഒരു പ്രശ്നം കൂടി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ക്വാളിറ്റീസിന് നമ്മൾ നർച്ചർ ചെയ്യാറില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും, പെട്ടെന്നൊന്ന് ജഡ്ജ് ചെയ്യില്ല. ഓക്കെ, അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സറൗണ്ടിങ്ങിൽ ഒരുപക്ഷെ നമ്മളിപ്പം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ സറൗണ്ടിങ്ങിൽ എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യണ്ട, ഇവരെ ഹെൽപ്പ് ചെയ്യണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറയും. നമുക്ക് പക്ഷെ ഒരുപക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും, അയാളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളാണെന്നുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയിട്ടുള്ള യുണീക് ക്വാളിറ്റിനെ നമ്മൾ എന്ത് ചെയ്യില്ല, ചെയ്യില്ല. ഓക്കെ, ഇതെന്താണ്, നമ്മുടെ സെൽഫിനോട് ചെയ്യുന്ന ഒരു ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏത് യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടിയിട്ടുള്ളത് അതിന് നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് അത് എത്രത്തോളം റൈറ്റ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം ഏത് ഡിഗ്രിയിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാളും ഒരു കോടി ഒന്നും എന്ത് ചെയ്യില്ല, ആർക്കും കൊടുക്കില്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 100 രൂപയോ 500 രൂപയോ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ആ ക്വാളിറ്റി എന്ത് ചെയ്യുക, എത്രയാണ് നമ്മളോട് പറയുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ത് ചെയ്യാം, ഏത് കാര്യത്തിലാണെങ്കിലും ആ ക്വാളിറ്റീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മുടെ യുണീക്നെസ്, നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ് കൂട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കില്ല്. നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരിക്കും.
ഒരുപക്ഷെ കളിക്കാനുള്ള സ്കില്ലായിരിക്കും, പെയിന്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ആർട്ടിലുള്ള ഏതെങ്കിലും സ്കില്ലുകളായിരിക്കും. ഇതെന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ യുണീക്നെസ് എന്നുള്ള നമ്മുടെ സെൽഫ് ലവ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, നമ്മുടെ സെൽഫ് റെസ്പെക്ട് കൂടും, നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പം നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലെ സ്കില്ലുകൾ കൂടുക. പിന്നെ ഡ്രീംസ്, നമുക്കറിയാലോ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഓക്കെ, ഡ്രീംസ്, പല സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ മറ്റുള്ളവരെ നോക്കി കോപ്പി അടിച്ച ഡ്രീംസ് ഒന്നും ആവില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇത് ചെയ്താൽ എനിക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കുള്ള ഡ്രീംസ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അത് എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ് എന്ത് ചെയ്യും, കൂട്ടും. മാത്രല്ല, നമ്മൾ സെൽഫ് അക്സെപ്റ്റ് നമ്മൾ ചെയ്യുന്നോണ്ട് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ത് ചെയ്യും, ഇത് കാരണം കൂടുകയും ചെയ്യും. ഓക്കെ, നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഈ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് സംസാരിക്കും. പക്ഷേ നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ത് ചെയ്യും, കൂടും. അതിനാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ഐഡിയാസ്, നമുക്ക് പല കാര്യത്തിലും പല ഐഡിയാസ് വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഐഡിയാസ് നമ്മൾ ആക്ഷൻ ആയിട്ട് കൊണ്ടുവരാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഐഡിയാസ് മറ്റാൾ ചെയ്തപ്പോ എന്താ ഉണ്ടായത്, ഈ ഐഡിയാസ് ഞാൻ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇതുപോലെ ഐഡിയാസ് ചെയ്ത ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഐഡിയാസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പം ഈവൻ ഈ ഒരു സെഷൻ ഉണ്ടല്ലോ, സെൽഫ് അപ്ഡേഷൻ, ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്താണ്, എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണത്, സെൽഫ് അപ്ഡേഷൻ എന്നുള്ള ഒരു സെഷൻ. പക്ഷെ അന്ന് ഞാൻ ഇത് ആരും ചെയ്യാത്തതുകൊണ്ട് ഇത് ഫെയിലർ ആവുന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പം 8 പേര് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ സെഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഞാൻ ജസ്റ്റ് എന്താണ് സെൽഫ് അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്തു, അത് എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട്, നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആഹ്, ഉപകാരം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങൾ അതിൽ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഹാപ്പിനെസ് തരുന്നത് മാത്രമല്ല, അത് എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യും, ഒരുപാട് ഉപകാരങ്ങൾ കൊണ്ടുവരുന്നുള്ളതാണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ ആക്കി കൊണ്ടുവരാൻ നമ്മൾ എഫോർട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഐഡിയാസിലും സ്കില്ലിലും ക്വാളിറ്റീസിലും ഒക്കെ നമ്മൾ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സെൽഫ് അക്സെപ്റ്റൻസ് കൂടും, നമ്മുടെ സെൽഫ് ലവ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ സെൽഫ് ലവ് സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ വേറെ ആൾക്കാർ നമ്മളെ ബാക്കിൽ നിന്ന് ഉന്തി തള്ളിയിട്ട് ഒന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ബാക്കിൽ നിന്ന് ഒരാൾ പുള്ള് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ വേണം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. പക്ഷെ നമ്മൾ നമ്മളുടെ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്തിട്ട് നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള വേയിൽ പോകുമ്പം നമുക്ക് എവിടുന്നോ ഒരു എനർജി എന്ത് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നതാണ്. പക്ഷെ അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ യുണീക്ക് ക്വാളിറ്റീസ്, സ്കില്ല്, ഡ്രീംസ്, ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ യുണീക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതില് അതിനെ നെർച്ചർ ചെയ്യുന്ന രീതിയിൽ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് എംബ്രേസ് യുവർ ഇൻപെർഫെക്ഷൻസ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ടോ അതിനെ എംബ്രേസ് ചെയ്യാം. ഓക്കെ, എംബ്രേസ് ചെയ്യുന്ന സമയത്ത് കുറ്റങ്ങളെ നമ്മൾ നല്ലതായിട്ടല്ല നമ്മൾ കാണേണ്ടത്, കുറ്റങ്ങളെ നമ്മുടെ കുറ്റങ്ങളായിട്ട് തന്നെ കാണുക. ഇറ്റ്സ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ. ആൻഡ് അത് കുറയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 60% നല്ലതും 40% കുറ്റമാണെങ്കിൽ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ 40% കുറ്റമുള്ളത് 39%, 38, 37 എന്ന് പറഞ്ഞിട്ട് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുറ്റവും കുറവുള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ എംബ്രേസ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അംഗീകരിക്കുക. ഓക്കെ, ആ രീതിയിൽ നമ്മളെ വാരിപ്പുണരുക നമ്മൾ. ഓക്കെ, അടുത്തതാണ് സ്റ്റോപ്പ് കമ്പയറിങ് യു വിത്ത് അതേഴ്സ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ വളരെയധികം ഈസി ആവണം എന്നില്ല, കമ്പാരിസൺ ഇല്ലാതിരിക്കാനുള്ള. പക്ഷെ ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ കാര്യം മറ്റുള്ളവർ മുന്നേ ചെയ്ത സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യും, നിങ്ങൾ ഒരുപക്ഷെ ചെക്ക് ചെയ്യും. ഓക്കെ, ആ സമയത്ത് അയാളെ പോലെ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ അത് കമ്പാരിസൺ ആണ്. ഓക്കെ, പക്ഷെ അയാളത് ചെയ്തത് നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ നമ്മുടെ രീതിയിലാണ് ചെയ്യുമ്പം അതാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഈവൻ നിങ്ങളുടെ ലുക്കിലോ എന്തിലോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങൾ ജനിച്ച സമയത്ത് ഇതൊന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല, ഈ കമ്പാരിസണോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു, നിങ്ങൾക്ക് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരുന്നു, ഒക്കെ ആയിരുന്നു. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കഥ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈക്ക് ഒരു ബീച്ചില് ഒരാള് ബലൂൺ വെക്കുന്നുണ്ട്. ഒരു ബലൂൺ വെക്കുന്ന, നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഒക്കെ ഉണ്ടല്ലോ, ഈ ബലൂൺ വെക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ബലൂൺ വെക്കുന്നുണ്ട്. അപ്പം ഇയാളുടെ കയ്യിലുള്ളത്
വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ബലൂണാണ്. ഓക്കെ. അപ്പം ഇതില് വൈറ്റ് ആയിട്ടുള്ള ബലൂണാണ് എന്ത് ചെയ്യുന്നത്, അയാള് ഇങ്ങനെ വീർപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ സെല്ല് ചെയ്യുന്നത്. മാത്രല്ല ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അയാള് ഒരു ബലൂണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വിട്ട് അയക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ഇത് കാണുമ്പോഴാണ് എന്ത് ചെയ്യുക, അയാളുടെ അടുത്തേക്ക് വന്നിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പം ഇങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബലൂണുകൾ വിട്ടയക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി കുറെ നേരമായിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ വൈറ്റ് ആയിട്ടുള്ള ബലൂൺ മാത്രം നിങ്ങൾ മേലോട്ട് പറപ്പിക്കുന്നത്, ഇതിൽ ബ്ലാക്ക് ആയിട്ട് ബലൂണിൽ നിങ്ങൾ ഹൈഡ്രജൻ നിങ്ങൾ കയറ്റിയിട്ട് അത് പറപ്പിച്ചു കഴിഞ്ഞാൽ അത് പറക്കില്ലെന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ അയാൾ പറയും തീർച്ചയായിട്ടും പറക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം എന്ത് ചെയ്യും, ആ ബ്ലാക്ക് ആയിട്ടുള്ള ബലൂണിൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ കേട്ടിട്ട് എന്ത് ചെയ്യും, മേലേക്ക് വിടും. അതും എന്ത് ചെയ്യും, പറന്നു പോകും. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. അതായത് നമ്മുടെ ഈ കാണുന്ന ലുക്കോ ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാക്കി മാറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോൺഫിഡൻസും ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റീസും തന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നമ്മൾ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, പറന്നു ഉയരാനായിട്ട് പറ്റുക. ഓക്കെ. അപ്പം എന്ത് ചെയ്യാം, ആ ഒരു സംഭവം എന്ത് ചെയ്യാം, നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എങ്ങനെയാണോ അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ലാസ്റ്റ് ആണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. ഓക്കെ. നിങ്ങൾ നിങ്ങളായിട്ട് യൂണീക്ക് ആയിട്ടുള്ള ആളായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ. ഇനി മുതൽ എന്റെ കൺട്രോളിലാണ്, ഇനി മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചല്ല ഞാൻ ചേഞ്ച് ചെയ്യുക. ഞാൻ എന്നെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എന്നിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി എന്ത് ചെയ്യും, എനിക്കും റിയലൈസ് ആവുന്ന, എനിക്ക് മനസ്സിലാവുന്ന നെഗറ്റീവ് ഒക്കെ എന്ത് ചെയ്യും, ഞാൻ പതുക്കെ പതുക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, അതിനൊക്കെ പോസിറ്റീവ് ആക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാം, നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ അവർ പറഞ്ഞത് കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതും ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ഫോഴ്സ്ഡ് ആവും നമ്മൾ. ഓക്കെ. അവർ പറഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാതിരിക്കാനും പറ്റൂല. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ യൂണീക്നെസ്സിനായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ സജഷൻസ് തന്നോട്ടെ, പക്ഷെ അൾട്ടിമേറ്റ്ലി ചേഞ്ച് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം. ഓക്കെ. അത് എപ്പോഴാ പറ്റുക, നമ്മൾ നമ്മളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെൽഫ് അക്സെപ്റ്റൻസ് നല്ല രീതിയിൽ കൂടും. അതിന്റെ പേരിൽ നിങ്ങൾ പ്രൗഡ് ആവുകയും ചെയ്യും. ഓക്കെ. മാത്രമല്ല ഓരോ മൊമെന്റിലും നിങ്ങൾ നിങ്ങളെ യുണീക്ക് ആണെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷമാണ് എന്ത് ചെയ്യുക, ഉണരുക. കാരണം നിങ്ങൾ എന്ത് ചെയ്യില്ല, ആരെയും എന്ത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നില്ല. എത്ര തെറ്റുകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ തിരുത്താനായിട്ട് നിങ്ങൾ എന്താണ്, റെഡി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ. അപ്പം എങ്ങനെ നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഒന്നാമത്തത് ഇൻക്രീസ് സെൽഫ് ലവ്. നമുക്ക് നമ്മളോട് തന്നെ എന്ത് ചെയ്യും, ഇഷ്ടം തോന്നുന്നതാണ്. ഈ ഒരു ഇഷ്ടമാണ് എന്ത് ചെയ്യുക, ആക്ച്വലി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. കാരണം നമ്മൾ ചെയ്താൽ ഇത് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും ആ ബലൂണിൽ എയർ അടിച്ച പോലെ നമ്മുടെ ഉള്ളിലും എയർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളും പറക്കും. ഓക്കെ. അത് നമുക്ക് മനസ്സിലാവുന്ന മൊമെന്റിൽ എന്ത് ചെയ്യും, നമ്മുടെ മാജിക് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടത്തോടു കൂടെ എന്ത് ചെയ്യും, ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ളതാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് ഉണ്ടാവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത് ഇൻക്രീസ് പീസ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യാം, വളരെ പീസ്ഫുൾ ആയിട്ട് മാറും. കാരണം മുന്നേ നമ്മൾ ഒരാൾ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു ഡിസ്കംഫർട്ട് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വരിക. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, 50% ഒരാൾക്ക് അയാൾ 50% ആണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ 50 വേറെ ആൾ പറയാണ് ഈ 50% പോക്കാണല്ലോ പറഞ്ഞാലും അയാൾക്കൊന്നും തോന്നില്ല. കാരണം അയാൾക്ക് അറിയാത് ഞാൻ 50% ഓക്കെ ആണ്, 50% ഞാൻ എന്റെ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വേറൊരാൾ പറയുന്ന വേർഡ്സ് ഒന്നും എന്ത് ചെയ്യില്ല, ഇവരെ ബാധിക്കൂല. ഓക്കെ. ഇവരെന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ഓക്കെ. അപ്പൊ അത് അങ്ങനത്തെ ആൾക്കാരുടെ ഉള്ളിലാണ് ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക. ഓക്കെ. അല്ലാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുക, ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് എന്ത് ചെയ്യും, മനസ്സിലിട്ട് ഓടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവരുടെ മനസ്സമാധാനം അങ്ങനെ പോകുന്നതാണ്. ഓക്കെ. അടുത്തത് ലീവ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. ഓക്കെ. നമ്മളെ പ്രസന്റ് മൂമെന്റ്
പ്രസന്റ് മൊമെന്റിൽ നമ്മളെ ജീവിക്കാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് യു അക്സെപ്റ്റ് യുവർ സെൽഫ് എന്നുള്ളത്. ഓക്കെ, അതായത് നമുക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലൈഫിൽ സന്തോഷം വേണോ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാം. ഓക്കെ, ഭാവിയിൽ പാസ്റ്റിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആൻസൈറ്റീസോ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഫ്യൂച്ചറിലേക്ക് ഞാൻ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം 60% ബെറ്റർ ആയിട്ടുള്ളൂ, 70 ആക്കുമ്പോൾ ബെറ്റർ ആവും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുന്നില്ല, നമ്മൾ എന്താണ് നമ്മളിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത് നമുക്കറിയാം. അപ്പൊ നമ്മൾ നമ്മളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ പ്രസന്റ് മൊമെന്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള തോട്ടാണ് നമുക്ക് വരിക. അതെന്ത് ചെയ്യും, നമ്മളെ ആ പ്രസന്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതെന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അല്ലെങ്കിൽ എന്താണ്ടാവുന്ന വെച്ചാല് നമ്മള് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളോട് ഞാൻ ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ടാസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ടാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നിങ്ങളുടെ ആ സംഭവത്തിന് കുറവുണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ടാസ്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാസ്ക് എനിക്ക് ആവശ്യമാണ്, ഇതാണ് ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യും, നിങ്ങൾ അതിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ആണ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ ആയിട്ട് മാറുക. ഓക്കെ, അപ്പം സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് മൊമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആളുടെ ടെൻഷൻസ് എന്തായിരിക്കും, വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അടുത്തൊരു കാര്യമാണ്, ആ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ഹർട്ട് ചെയ്യില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ തന്നെ ഇപ്പൊ എന്താണ് റെഡി വില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്, ഞാൻ ചേഞ്ച് ചെയ്യാം റെഡിയാണ്, എനിക്കറിയാം എന്നിൽ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ പെൻഡിങ്ങിൽ വെക്കും. ഓക്കെ, നമ്മളത് ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് ഒരു ബെനിഫിറ്റ്. പിന്നെ എന്താണ്, ബിൽഡ് ഒതന്റിസിറ്റി. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതും നമുക്ക് കൂടുതൽ ആൾക്കാർ നമ്മളെ സ്നേഹിക്കണം, അതായത് ആത്മാർത്ഥമായിട്ട് ട്രൂ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ സ്നേഹിക്കണം, നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഒതന്റിസിറ്റി. ഒതന്റിസിറ്റി പറഞ്ഞാല് നമ്മള് എല്ലാം ട്രൂ ആയിട്ട് ചെയ്യുക, നമ്മൾ നമ്മളോട് ട്രൂ ആയിട്ട് നിൽക്കുക, നമ്മളോട് സെൽഫിനോട് ട്രൂ ആയിട്ട് നിൽക്കുക. ഓക്കെ, നമ്മൾ നല്ല ഇന്റൻഷൻസ് കീപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനാണ് ഒതന്റിസിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിക്കാനല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഒതന്റിക് ആയിട്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, അതെന്തായിരിക്കും, നമ്മൾ നല്ല ഇന്റൻഷനിൽ നിന്ന് നല്ല ഉദ്ദേശത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് ഉണ്ടാവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണെന്ന് അറിയോ, സെൽഫ് അക്സെപ്റ്റൻസ്. കാരണം ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ അഭിഷാദ് ഗുരുവായൂരിന്റെ പോലെയല്ല, ഞാൻ മറ്റുള്ള മറ്റേ ബെഞ്ചാലിയുടെ പോലെയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ സ്റ്റേറ്റ് ആണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഒതന്റിസിറ്റി എന്ന് പറയാം. ഓക്കെ, അതില് വേറെ ഇൻഗ്രീഡിയന്റ് ഒന്നും ചേർക്കാതെ, ഞാൻ ഇപ്പൊ അഭിഷാദിന്റെ പോലെ ഇതാക്കുകയാണെങ്കിൽ അഭിഷാദ് ഏതൊക്കെ വേർഡ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അഭിഷാദ് എങ്ങനെ പറയുമ്പോഴാണ് ആൾക്കാർ ഒന്നുകൂടി അട്രാക്റ്റഡ് ആവുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആ വേർഡ്സ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുമ്പോൾ അവിടെ ഒതന്റിസിറ്റി പോകും. നമുക്ക് നമ്മൾ കോപ്പി അടിക്കാൻ തന്നെ പറയാം അല്ലെ, ഒതന്റിസിറ്റി പോകും. പക്ഷെ അഭിഷാദ് അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അഭിഷാദ് അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ എന്താണ് എന്റേതായിട്ടുള്ള ഇതിൽ പോകുമ്പോഴാണ് എനിക്ക് ഒതന്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം, നമ്മൾ ഹാപ്പി ആവും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ടെൻഷൻ ആയിരിക്കും, ആരെ കോപ്പി ചെയ്യും, ഇന്ന് ആരെ കോപ്പി ചെയ്യും, നാളെ ആരെ കോപ്പി ചെയ്യും. ഓക്കെ, ഞാൻ ഇനി ആരെ നോക്കി പഠിക്കണം. ഓക്കെ, എപ്പോഴും ടെൻഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒതന്റിക് ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ വാക്കുകൾ എടുത്ത് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ അവിടെ ഹാപ്പി ആവും എന്നുള്ളതാണ്. ഓക്കെ, മാത്രല്ല നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, നമ്മൾ എപ്പോഴാണോ ഏറ്റവും ഒതന്റിക് ആയിട്ട് സംസാരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് കിട്ടുക. ഓക്കെ, നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഒരു റിലേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇംപ്രസ് ചെയ്തുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അധികാലം നിൽക്കൂല. കുറച്ചു കാലമൊക്കെ എന്ത് ചെയ്യും, നിൽക്കും. പക്ഷെ പിന്നെ നമുക്ക് തന്നെ അത് സഫറിംഗ് ആയിട്ട് വരും. എങ്ങനെ, നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് നമ്മളെ ഒരു കൗതുകത്തിന് ഇംപ്രസ് ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ട് ആക്കിയതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സഫറിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരെ എപ്പോഴും ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഒതന്റിസിറ്റി വരും. ഒതന്റിസിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരും. ഓക്കെ, അവർ നമ്മൾ എപ്പോഴും എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ നാച്ചുറാലിറ്റി കണ്ടിട്ടായിരിക്കും നമ്മുടെ ഒപ്പം അവർ കൂടിയിട്ടുണ്ടാവുക.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് അവരോട് പെരുമാറാൻ പറ്റും. ഈവൻ നമ്മൾക്ക് എപ്പോഴും അവർക്ക് സമയം കണ്ടെത്തി കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കൂടിയും അവർക്കത് മനസ്സിലാക്കാൻ പോലും പറ്റും. ഓക്കെ, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല കണക്ഷൻസ്, നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ എപ്പോഴാണ്? നമ്മൾ സെൽഫായിട്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒതന്റിക് ആവാനായിട്ട് പറ്റുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഞാൻ നേരത്തെ സ്കില്ലിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളെ സ്കില്ല്. ഓക്കെ, അതിനോട് റിലേറ്റഡ് ആയിട്ട് സ്റ്റോറി ഉണ്ട്. അത് ഒരു കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറിയാണ്. പക്ഷെ ഈക്വലി അത് എനിക്കും എന്ത് ചെയ്തു? വളരെയധികം ഒരു ഇൻസൈറ്റ് തന്നിട്ടുള്ള, ഒരു വെളിച്ചം തന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാട്ടില് ആഹ് രണ്ട് മൃഗങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് ഒരു തത്ത, ഒന്ന് നമ്മുടെ ഒരു മയില്. ഓക്കെ, പീകോക്ക്. ഓക്കെ, അപ്പോ ഈ പീകോക്കും പാരറ്റും എന്താണ്? നമുക്കറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പക്ഷികളാണ് അല്ലെ? അപ്പം ചെറുപ്പം മുതലേ എന്താണെന്ന് അറിയോ? ഈ പീകോക്ക് ആണെങ്കിലും പാരറ്റ് ആണെങ്കിലും ആൾക്കാർ, കാട്ടിലെ മറ്റുള്ള മൃഗങ്ങൾ ഇവരെപ്പോഴും എന്ത് ചെയ്യും? പുകഴ്ത്തും. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണല്ലോ, നിങ്ങൾ അടിപൊളിയാണല്ലോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഇവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവര് നല്ല രീതിയിൽ ഭയങ്കര അത് കേട്ടിട്ട് ഭയങ്കര പ്രൗഡായിട്ട് ജീവിച്ചു വന്ന ആൾക്കാരാണ്. പക്ഷെ വളർന്നു വന്ന സമയത്ത് പീകോക്കിന് എന്ത് വന്നു? പതിയെ പതിയെ അതിന്റെ ഫെതേഴ്സ് ഒക്കെ വളരെ വലുതായി. എന്ത് ചെയ്തു? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെതേഴ്സ് വന്നു. പക്ഷെ പാരറ്റിന് എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ വലിയ ഫെതേഴ്സ് ഒന്നും വരില്ല. നമുക്കറിയാലോ, പാരറ്റിന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫെതേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അപ്പൊ ഈ സമയത്ത് ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ പീകോക്കിന്റെ ഫെതേഴ്സിനെ പറ്റി കൂടുതൽ ഇങ്ങനെ പുകഴ്ത്താനായിട്ട് തുടങ്ങി. ഓക്കെ, പീകോക്കിന്റെ ഫെദർ കണ്ടോ? അടിപൊളിയായിട്ടുണ്ടല്ലേ, എന്ത് വലുപ്പമാണ് ഇതൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ പുകഴ്ത്താനായിട്ട് തുടങ്ങി. ഇങ്ങനെ പുകഴ്ത്താനായിട്ട് തുടങ്ങിയ സമയത്ത് പാരറ്റിന് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? അസൂയ വരാൻ തുടങ്ങി പീകോക്കിനോട്. അല്ലെങ്കിൽ പാരറ്റിന് കിട്ടേണ്ട ആ ഒരു ഇത് അതിന് കിട്ടാതെ ആയപ്പോ എന്ത് ചെയ്തു? പാരറ്റിന് ഈ പീകോക്കിനോട് ദേഷ്യം വരാൻ തുടങ്ങി. ഓക്കെ, മാത്രല്ല പീകോക്കിന്റെ പോലെ ആവണം പാരറ്റ് എന്ത് ചെയ്യാൻ വിചാരിച്ചു തുടങ്ങി. അതായത് അവിടെ കമ്പാരിസൺ തുടങ്ങി പാരറ്റ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി അറിയോ? ഈ പീകോക്കിന്റെ കയ്യിൽ നിന്ന് നമുക്കറിയാലോ, പീകോക്കിന്റെ ഫെദർ എന്ത് ചെയ്യും? അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഫെദേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? പാരറ്റ് കളക്ട് ചെയ്യാനും അതിന്റെ പീകോക്കിന്റെ പോലെ ആവാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? പാരറ്റ് പാരറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ തുന്നി ചേർക്കാനായിട്ട് തുടങ്ങി, ഇങ്ങനെ പിൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? പാരറ്റിന്റെ ഫെദേഴ്സ് മാറിയിട്ട് അവിടെ എന്ത് ചെയ്തു? പീകോക്കിന്റെ ഫെദേഴ്സ് എന്ത് ചെയ്തു? ഇങ്ങനെ നിറയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ലൈക്ക് പെട്ടെന്ന് ഒരു ദിവസമാണ് കാട്ടിൽ എന്ത് ചെയ്യുന്നത്? വെള്ളപ്പൊക്കം വരുന്നത്. ഓക്കെ, നമുക്കറിയാം, മൃഗങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഓക്കെ, പീകോക്ക് എന്ത് ചെയ്തു? പറന്ന് മരത്തിൽ കയറി. മൃഗങ്ങളാണെങ്കിലും അവരുടേതായിട്ടുള്ള വലിയ ഉയർന്ന സ്ഥലത്തേക്ക് പോയി ഒക്കെ ചെയ്തു. പക്ഷെ ഈ പാരറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പാരറ്റിന്റെ പുറത്ത് കുത്തി വെച്ചിട്ടുള്ള എന്താണ്? പീകോക്കിന്റെ ഫെതേഴ്സ് ആണ്. അത് വളരെയധികം ഹെവി ആയിട്ടുള്ള ഫെതേഴ്സ് ആണ്. പാരറ്റിന്റെ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റിയിൽ അതിന് പറക്കാൻ പറ്റും. പക്ഷെ ഈ പീകോക്കിന്റെ ഫെതേഴ്സ് അതിൽ കുത്തി വെച്ചുകൊണ്ട് തന്നെ പാരറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, പാരറ്റ് ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാനായിട്ട് പറ്റില്ല. ആ വെള്ളപ്പൊക്കത്തിൽ എന്ത് ചെയ്തു? ആ പാരറ്റ് മുങ്ങിച്ചാവാണ് ചെയ്തത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റിയാ. ലൈഫിന്റെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറ്റൂല. ഓക്കെ, ചിലപ്പം ഒരു ഇപ്പൊ എന്റെ സെഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക്, ആ ടോപ്പിക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് വേറൊരു ട്രെയിനറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? കോപ്പി അടിച്ചിട്ട് അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്നോട് പറയാണ് ഈ ടോപ്പിക്കില്ല, നാളെ മുതൽ ഈ ടോപ്പിക്ക് തരാം എന്ന് പറയുമ്പോൾ എനിക്കത് പറയാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ കോപ്പി ചെയ്യാൻ ചെയ്യുന്നത്. ആൾ ആ ടോപ്പിക് അവിടെ എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസ്, യുണീക് ക്വാളിറ്റീസ് ഒരുപാടുണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ അവിടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും? പീസ്ഫുൾ ആക്കി മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ യുണീക്നെസ്സും കാര്യങ്ങളും നിങ്ങൾ നർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതിൽ നിന്നാണ് നിങ്ങളുടെ പർപ്പസും നിങ്ങളുടെ ഡ്രീംസും ഒക്കെ കണ്ടെത്താനായിട്ട് പറ്റുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ വരുമ്പോൾ സമയത്തും കൂൾ ആയിട്ട് നിൽക്കാൻ പറ്റുക. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അല്ല, ഞാൻ തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഓടിയിട്ടതാണ്. അതായത് ചില ആൾക്കാരുണ്ട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ സക്സസ് പോവോ എന്നുള്ള പേടിയായിരിക്കും. ഏതുപോലെ? പാരറ്റിന്റെ പോലെ. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, എത്ര സക്സസ് ആയി കഴിഞ്ഞാലും അവര് അവരുടെ ആ ഒരു സെൽഫിനെ അവര് കെയർ ചെയ്തുകൊണ്ട് സക്സസ് ആയതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അവിടുന്ന് എന്ത് ചെയ്യും?
അവര് അതിനെ മറികടക്കും. ഒരുപക്ഷെ ടെമ്പററി ആയിട്ടുള്ള ഡിസ്കംഫർട്ടുകളൊക്കെ വരും. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യും? അവർ മറികടക്കുന്നുള്ളതാണ്. കാരണം അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റി എന്തുണ്ട്? അവർക്ക് തന്നെ ഉണ്ട്. ഓക്കെ. അവര് ഹമ്പിളും ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മളെ ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് കിട്ടുക? നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ. ഇനി ഇത് കുറച്ച് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഇതാണ്. അതായത് നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് കണക്ട് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളിത് ഫോളോ ചെയ്യാം. ഓക്കെ. നിങ്ങളത് ആലോചിക്കുക. എന്താണ് നമ്മുടെ ഫിയർ? ഓക്കെ. നമ്മൾ ഫിയർ എന്നുള്ളൊരു സംഭവം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പല രീതിയിൽ ഫിയർ വരാറുണ്ട്. ഓക്കെ. കൂടുതൽ സമയത്ത് നമുക്ക് ഫിയർ വരാറുള്ളത് നമ്മുടെ ഭാവി ആലോചിച്ചിട്ടാണ്. ഭാവി എന്ന് പറയുമ്പോൾ അൺസർട്ടനിറ്റി. നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഓക്കെ. എന്താവും എന്നുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മൾ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് ഫിയർ ഉണ്ടാവും. ഭാവിയിൽ എന്താവും? എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം അതാണ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എന്ന് പറയും നമ്മള്. അല്ലെ? പക്ഷെ അൺസർട്ടനിറ്റിനെ ഈ അനിശ്ചിതത്വത്തിനെ നമ്മള് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതൊരു അഡ്വഞ്ചർ ആയിട്ട് മാറും. ഓക്കെ. അത് നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ജേർണി ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് മാറുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഫിയർ ഉണ്ടാവില്ല. ഓക്കെ. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരോട് ഒക്കെ ഫിയർ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവില്ല? ഫിയർ ഉണ്ടാവില്ല. നമുക്കറിയാം ദിസ് ഈസ് ഗോയിങ് ടു എ ഗുഡ് എൻഡ്. കാരണം നമ്മള് നല്ല ഇന്റൻഷനിലാണ്. നമ്മൾ നമ്മളെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ അൺസർട്ടനിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? എന്റേതായിട്ടുള്ള രീതിയിൽ യൂണീക്ക് ആയിട്ടുള്ള വേയിൽ മുന്നോട്ട് പോകും. അവിടെ എന്ത് ചെയ്യും? ഒരുപാട് സക്സസ് എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് അൺസർട്ടനിറ്റീസ് വന്നാലും നമ്മുടേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വേയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ നേരത്തെ പീകോക്കിന്റെ പോലെ. ഓക്കെ. അപ്പം നമ്മുടെ ഉള്ളിൽ ഓരോ ഫിയറും വരുന്ന സമയത്ത് അത് ഏതോ ഒരു അൺസർട്ടനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുക? ആ അൺസർട്ടനിറ്റീസ് എന്ത് വന്നു കഴിഞ്ഞാലും ഞാനായിട്ട് അതിനെ നേരിടും എന്നുള്ള ഒരു കറേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊരു അഡ്വഞ്ചർ ആയിട്ട് മാറുന്നതാണ്. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ ഫിയർ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, വാട്ട് ഈസ് എൻവി, ജലസി? എന്താണ് അസൂയ എന്ന് പറയുന്നത്? മറ്റുള്ളവരോട് നമുക്ക് എന്തുകൊണ്ട് അസൂയ തോന്നുന്നത്? എന്തുകൊണ്ടാ അറിയോ? മറ്റുള്ളവരിൽ ഒരു നന്മ ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരോട് നമ്മൾ അസൂയ തോന്നുന്നത്. നമ്മളുടെ അവരുടെ ഉള്ളിലത്തെ നന്മ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ഇൻസ്പിറേഷൻ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫാറൂഖ് ഇവിടെ ഉണ്ട്. ഫാറൂഖിൽ എന്നിൽ ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഞാൻ ഫാറൂഖിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫാറൂഖ് ഇൻസ്പിറേഷൻ ആണ്. കാരണം എന്താ വെച്ചാല് ഫാറൂഖിന് അത് പറ്റുന്നുണ്ട്. അപ്പൊ എനിക്കും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അത് മാറും. ഓക്കെ. പക്ഷെ ഞാനെന്താ ഇതെന്താ ഫാറൂഖിന് മാത്രം എനിക്കില്ലല്ലോ ഈ സംഭവം എന്നുള്ള രീതിയിൽ ഞാൻ അസൂയപ്പെടുന്ന സമയത്ത് അതൊരിക്കലും എന്ത് ചെയ്യില്ല, ക്വാളിറ്റി എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മറ്റുള്ളവരിൽ എന്തെങ്കിലും ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അത് അവരിലുള്ള ഗുഡ്നെസ് ആണ്. അവരിൽ ബാഡും ഗുഡും ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ അവരെ ഗുഡിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല മനുഷ്യന്മാരായിട്ട് മാറാൻ പറ്റും. ഓക്കെ. അവർക്ക് എന്ത് ചെയ്യും? അതൊരു പ്രചോദനമാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യും? അത് ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇനി നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ജലസ് ഉണ്ട്. ഈവൻ എന്റെ ഉള്ളിലും ഇനി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ജലസ് ഒക്കെ എനിക്ക് തോന്നാവുന്നേ ഉള്ളൂ. പക്ഷെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് അവെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളുടെ നന്മയല്ലേ? അപ്പൊ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? അത് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ നന്മ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്ത് ചെയ്യും? അത് മാറും. അത് നമുക്ക് ഹാപ്പിനെസ്സാ തരിക. കാരണം 50 ഉള്ള നമ്മൾ 51 ആവാൻ പോകുന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ ആരിലാണോ ഗുഡ്നെസ് കാണുന്നത് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അത് നമ്മുടെ മനസ്സ് പറയും അവൻക്കത് കിട്ടിയല്ലോ, നിനക്കെന്താ കിട്ടാത്തത് എന്നുള്ള രീതിയിൽ അസൂയൊക്കെ തോന്നും. അപ്പൊ പറയാ അവനക്കത് കിട്ടിയല്ലോ, അപ്പൊ എന്ത് ചെയ്യാ? അത് നിനക്കും കിട്ടാൻ പറ്റുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സംഭവം അത്രയും സിമ്പിൾ ആണ്. നിനക്കും ആ ക്വാളിറ്റി കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ഓക്കെ. പക്ഷെ ഇപ്പത്തെ കൂടുതൽ ആൾക്കാർ എന്താ അപ്പുറത്തെ വീട് ഫ്രിഡ്ജ് മേടിച്ചു. അപ്പൊ നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യണ പോലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലും വേണം ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വാങ്ങിക്കും. കുറെ കടബാധ്യതകൾ നമ്മൾ വാങ്ങിച്ചു വെക്കും. പക്ഷെ അതിന് പകരം അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തതോ അതിനെക്കാട്ടും നല്ലതോ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ടും നമുക്കത് ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്റെ ഒപ്പം നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ നല്ല ഒരു ഹൈറ്റ് നല്ല സക്സസ് ആവുന്നത് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് എന്താണ്? ജലസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്നോട് ഇഷ്ടം ഇല്ലാണ്ടാവുക ചെയ്യാം. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇജ്ലാലിന് പറ്റും, അപ്പൊ എനിക്കും പറ്റും. കാരണം ഇജ്ലാൽ എനിക്ക് അറിയുന്ന ആളാണ്. എന്നെ പോലത്തെ ഒരാളാണ് ഇജ്ലാലും. അപ്പൊ അവനക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് പറ്റാവുന്നേ ഉള്ളൂ. ഞാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്ത് ചെയ്യും? അത് മാറും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മുടെ ജലസിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിൽ ഗുഡ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരിൽ ഇനി മുതൽ നന്മകൾ കാണുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതുപോലത്തെ നന്മകൾ നമ്മളിൽ നമ്മൾക്ക് ബിൽഡ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യൂ, ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, വേറെന്താണ് ദേഷ്യം. ഓക്കെ, ദേഷ്യം. ഓക്കെ, എപ്പോഴാണ് ദേഷ്യം വരിക? നമ്മുടെ കൺട്രോളിൽ ചില കാര്യങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ദേഷ്യം വരിക, അല്ലെ? നമ്മൾക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോ എന്ത് ചെയ്യും, നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് അക്സെപ്റ്റ് ചെയ്യുക. ഇത് എന്റെ കൺട്രോൾ അല്ല, ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് നമ്മൾ അതിനെ സറണ്ടർ ചെയ്യാണ്. പടച്ചവൻ എന്തെങ്കിലും അതിന് വഴി കാണിച്ചു തരുന്നുള്ള രീതിയിൽ, ദൈവം എന്തെങ്കിലും വഴി കാണിക്കുന്നുള്ള രീതിയിൽ നമ്മൾ സറണ്ടർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യും, ടോളറൻസ് തരും. ഓക്കെ, നമുക്ക് ഒരുപാട് ക്ഷമയും കാര്യങ്ങളും തരും, സമാധാനം തരും, ആങ്കർ പോയി കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഒരാളിൽ മോശമായിട്ടുള്ള സ്വഭാവം കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് തിരുത്തി കൊടുക്കാനായിട്ട് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരിക്കലും അയാൾ മാറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ കൺട്രോളിലല്ല അത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിടുക. ഓക്കെ, അതാണ് ടോളറൻസ്. മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യും, അവരായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവരിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ അംഗീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഉള്ളിലത്തെ ദേഷ്യം കുറക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കേട്ടോ. ഓക്കെ, ദേഷ്യം വരുമ്പം നമ്മുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ സറണ്ടർ ചെയ്യാം. ഓക്കെ, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യാം. ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ആക്ഷൻസ് എടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ ദേഷ്യത്തിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഹെയ്റ്റ്, വെറുപ്പ്. ഓക്കെ, വെറുപ്പ് എന്താണ്, ആൾക്കാരെ. ഓക്കെ, ഇതിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മളെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മളെ ഫുള്ളി ഇൻപെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കാരണം നമ്മളെ അക്സെപ്റ്റ് കാണുന്നത് അങ്ങനെയാണ്. എന്റെ ഉള്ളിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, മറ്റുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ആൾക്കാരെ അവരവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആരോട് വെറുപ്പ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കറിയാം അവരിൽ നെഗറ്റീവ് ആണത്, പക്ഷെ എന്നിലും നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പൊ എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുപോലെ എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റണം. ഓക്കെ, ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ബിൽഡ് ആവും. ഓക്കെ, അപ്പം വെൻ വി അക്സെപ്റ്റ് പീപ്പിൾ ആസ് ദേ ആർ, മറ്റുള്ളവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ വരുമ്പം പൊളൈറ്റ് ആയിട്ടില്ലാത്ത രീതിയിൽ തിരുത്താനായിട്ട് നോക്കുക ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റില്ല എന്നുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അത് അവരെ ഇതാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, അവരോട് വെറുപ്പും കാര്യങ്ങളും തോന്നുക. എന്നാൽ ഓരോരുത്തരും എന്ത് ചെയ്യും, അവരവരായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ അവരെ അൺകണ്ടീഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാനായിട്ട് പറ്റും. ഹെയ്റ്റ് മാറിയിട്ട് അവിടെ സ്നേഹമായിട്ട് മാറും. ഓക്കെ, അതാണ് സ്നേഹം എന്ന് പറയാം, ഓരോരുത്തരെയും അവരവരായിട്ട് കാണുന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർ നമ്മളായിട്ട് എന്ത് ചെയ്യും, കണ്ടു തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻസ്, അങ്ങനത്തെ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ സെൽഫിൽ ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുള്ളത്, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടാസ്ക്, അടുത്ത സെഷൻ നെക്സ്റ്റ് സാറ്റർഡേ ആണല്ലോ ഉണ്ടാവുക. അപ്പൊ അതിലുള്ള ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യാം, റൈറ്റ് നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഇതിൽ എഴുതാം. ഓക്കെ, ഒരു പേജിൽ, ഒരു വലിയ പേജ് എഴുതാം. ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഇതിൽ എഴുതിയിട്ടുള്ള കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് വെച്ചാൽ, ഐ ഈസിലി ഫോർഗീവ്. ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. ഓക്കെ, ഞാൻ മറ്റുള്ളവർക്ക് പെട്ടെന്ന് പുറത്തു കൊടുക്കും, അതെന്റെ ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ, ഐ ആം റെഡി ടു ഗ്രോ. ഓക്കെ, ഞാൻ എപ്പോഴും എന്താണ്, ലൈഫിൽ ഗ്രോ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആളാണ്. ഓക്കെ, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ വേറെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ട്രൂത്ത്ഫുൾ ടു മൈസെൽഫ്. ഞാൻ എന്നോട് എപ്പോഴും എന്താണ്, ട്രൂത്ത്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഐ ആം യുണീക്ക്, ഐ ആം പേഷ്യന്റ് വിത്ത് മൈസെൽഫ്. ഇതൊക്കെ എന്റെ ക്വാളിറ്റിയാണ്, അതായത് എനിക്ക് നാച്ചുറൽ ആയിട്ട് എന്നിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ നമ്മളത് എപ്പോഴും ഒരു സ്ഥലത്ത്, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, ഇത് ഡെയിലി നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് ഒരു സെൽഫ് ലവ് വരും. നമ്മളെ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. മാത്രല്ല, ഒരാൾ അപ്പുറത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മൾ ഡെയിലി കാണുകയാണല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എനിക്കറിയാം ഞാൻ നല്ല ഇന്റൻഷനാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നുള്ള ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളോട് പോയിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ സമയത്ത് വളരെയധികം ഇമോഷണൽ ആയിട്ട് ഡൗൺ ആവുകയോ ഇരിക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, എനിക്കറിയാം, കാരണം എന്റെ ക്വാളിറ്റി ഒന്ന് ഇതാണ്, ഞാൻ ഗ്രോ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അതുകൊണ്ട് തെറ്റാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞാൻ ഗ്രോ ചെയ്യും എന്നുള്ള ഇന്റൻഷൻ എനിക്കുണ്ട്.
അപ്പൊ എന്ത് ചെയ്യും, നമുക്കവിടെ സെൽഫ് അക്സെപ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ടാസ്ക് ഇതാണ്. നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, അത് ഒട്ടിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പം എന്ത് ചെയ്യാം, നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ആ സംഭവത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സെൽഫ് അക്സെപ്റ്റൻസ് എന്ത് ചെയ്യും, ഒരുപാട് കൂടുന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ കാര്യമാണ് അവയർനെസ്, സെൽഫ് അവയർനെസ്, അല്ലെ? സെൽഫ് അവയർനെസ്. അപ്പം അതില് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങളുടെ തോട്ട്സിൽ നിങ്ങൾ അവെയർ ആവണം. അതായത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അവെയർ ആവണം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചിന്തകളിൽ നിങ്ങൾ അവെയർ ആവുന്ന സമയത്ത് ഇടയ്ക്ക് കമ്പാരിസൺ തോട്ട് വരും. നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് തോട്ട് വരും. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സിലും നിങ്ങളുടെ തോട്ട്സിലും നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എപ്പോഴാണോ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങളുടെ ഫീലിംഗ് അവിടെ നെഗറ്റീവിലേക്ക് പോകും. അതായത് നിങ്ങൾ ഡൗൺ ആവും, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അവിടെ പോകുന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എപ്പോഴാണോ കമ്പാരിസൺ തോട്ട് വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ, ഐ ആം ദ യുണീക് പീസ് ഓഫ് ഡിവൈൻ ആർട്ട്. ദൈവത്തിന്റെ യുണീക്ക് ആയിട്ടുള്ള പീസാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് മറ്റുള്ളവരാവുന്ന പോലെ ഞാൻ ആവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും, ഞാൻ എനിക്ക് എന്ത് ചെയ്യും, എന്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതിനെ തിരുത്തി കൊടുക്കാം. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്ത് ചെയ്യാം, തിരുത്തി കൊടുക്കുക, ഐ ആം യുണീക് പീസ് ഓഫ് ഡിവൈൻ ആർട്ട്. ഓക്കെ, കാരണം കമ്പാരിസണിൽ നിന്ന് ഒരിക്കലും നല്ല റിസൾട്ടുകൾ വന്നിട്ടില്ല. ഓക്കെ, അൺലെസ് നമ്മൾ അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കമ്പാരിസൺ കൂടുതൽ നമുക്ക് ജലസിയാണ് ഉണ്ടാക്കുക. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരോടൊരു ദേഷ്യം, അസൂയൊക്കെയാണ് നമുക്ക് കൂടുതൽ കേസിലും തോന്നുക. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മള് ഐ ആം യുണീക് പീസ് ഓഫ് ഡിവൈൻ ആർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളോട് തന്നെ പറയാം, അവിടെ തിരുത്തി കൊടുക്കുക നിങ്ങളുടെ മൈൻഡിന്, ഐ ആം യുണീക് പീസ് ഓഫ് ഡിവൈൻ ആർട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അഫർമേഷൻ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അതായത് നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇടയ്ക്ക് നടത്താറുണ്ട് അല്ലെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ തിരുത്തണം നമ്മൾ, അല്ലെ? ഓക്കെ, അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കിൽ നിന്നാണ് ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ നമ്മൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തി കൊടുക്കണം. ഓക്കെ, അപ്പം തിരുത്തി കൊടുക്കുക എങ്ങനെയാണ്, നമ്മൾ നമ്മളോട് എന്ത് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അഫർമേഷൻ ആണ്, ഐ ലവ് മൈസെൽഫ് ആൻഡ് എംബ്രേസ് മൈ ഇംപെർഫെക്ഷൻസ് ആസ് പാർട്ട് ഓഫ് മൈ യുണീക് ബ്യൂട്ടി. ഓക്കെ, എന്റെ യുണീക് ബ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഉള്ള എല്ലാ ഇംപെർഫെക്ഷൻസിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, എംബ്രേസ് ചെയ്യുന്നു, ഞാൻ അംഗീകരിക്കുന്നു. ആൻഡ് ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങളുടെ ആ യുണീക്നെസ് ഉണർന്നു വരും. ഓക്കെ, ആ യുണീക്നെസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ സെൽഫ് ലവ് എന്ത് ചെയ്യും, തരുന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്നും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം പറയാം, ഐ ലവ് മൈസെൽഫ് ആൻഡ് എംബ്രേസ് മൈ ഇംപെർഫെക്ഷൻസ് ആസ് പാർട്ട് ഓഫ് മൈ യുണീക് ബ്യൂട്ടി. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുകയും, ഈ റോബോട്ടിന് അധികം ഫാൻസ് ഉണ്ടാവില്ല. കാരണം എല്ലാ റോബോട്ടും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫാൻസ് എപ്പോഴും എന്തിനുണ്ടാവുക, യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇവൻ നമുക്ക് ഇഷ്ടമുള്ള ആക്ടറോ ആക്ട്രസോ അവർ മണ്ടത്തരം കാണിക്കുമ്പോൾ പോലും നമുക്ക് എന്താണ്, അതൊരു ഒരു ഇഷ്ടത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത്, ചില സമയത്ത് അവർ പറയുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുത്തുകയാണെങ്കിൽ പോലും അതിന് നമ്മളൊരു ഇഷ്ടത്തോടു കൂടെയാണ് എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇംപെർഫെക്ഷൻസും എന്താണ്, നമ്മളൊരു ഹ്യൂമൻ ആണെന്നുള്ളതിന് തെളിവാണ്. ഞാൻ പറയാലോ, എല്ലാ ഹ്യൂമൻസും ഇംപെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇംപെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഹ്യൂമൻ ആണെന്നുള്ള തെളിവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പെർഫെക്ഷനിസം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻസ് ഒക്കെ കൂടുന്നത്. അപ്പൊ നമ്മൾ ഇംപെർഫെക്ഷൻസ് ആണ്, ഈ ഇംപെർഫെക്ഷനിൽ നിന്ന് നമ്മൾ ഗ്രാജുവലി സ്ലോവിലി മനസ്സിലാക്കിക്കൊണ്ട് പെർഫെക്റ്റിലേക്ക് എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും അറിയോ, നമ്മൾ നമ്മുടെ ഇംപെർഫെക്ഷൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ഈ മൊമെന്റിൽ തന്നെ പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ വരില്ല. മാത്രമല്ല ഒരുപാട് സഫറിങ് അതിന്റെ ഒപ്പം വരും. അപ്പം അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ഇംപെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അംഗീകരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക, പെർഫെക്ഷനിലേക്ക് പോവുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്ഷൻ എപ്പോൾ എത്തും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. ഓരോ മൊമെന്റിലും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അല്ലാതെ പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ, ഓരോ മൊമെന്റിലും ഇമ്പ്രൂവ് ആയി കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ഇംപെർഫെക്ഷനെ അംഗീകരിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യാം. ഐ ലവ് മൈസെൽഫ് ആൻഡ് എംബ്രേസ് മൈ ഇംപെർഫെക്ഷൻസ് ആസ് പാർട്ട് ഓഫ് മൈ യുണീക് ബ്യൂട്ടി.
ഓക്കെ, അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ത് ചെയ്യും? നിങ്ങളിൽ വന്നു തുടങ്ങും. ഓക്കെ, കാരണം ഇത്രയും കാലം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ എന്തല്ല മറ്റുള്ളവരെ പോലെ ഒന്നും ഗുഡ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, മറ്റുള്ളവരെ പോലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൊടുക്കാൻ പോകുന്നു. അത് എന്ത് ചെയ്യും? നിങ്ങളോട് തന്നെ ഒരു ലവും സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവാനായിട്ട് കാരണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നുള്ളത് സെൽഫ് അക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. ഓരോ മൊമെന്റിലും നിങ്ങളുടെ സെൽഫ് അക്സെപ്റ്റൻസ് വളരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യാം? നിങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യാം. ഓക്കെ, അതെന്ത് ചെയ്യും? നിങ്ങളെ ഗ്രോ ചെയ്യിക്കും. അത് മാത്രമേ നിങ്ങളെ ഗ്രോ ചെയ്യിക്കുള്ളൂ. ഓക്കെ, അപ്പം ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഐ എം റെഡി ഫോർ മേക്കിംഗ് എ ചേഞ്ച് ഇൻ മൈ സെൽഫ് ബൈ അക്സെപ്റ്റിംഗ് മൈ സെൽഫ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് നിങ്ങൾ ചാറ്റിലിടും. ഐ എം റെഡി ടു അക്സെപ്റ്റ് മൈ സെൽഫ് അങ്ങനെ വേർഡ് ആയിട്ട് തന്നെ ഇടും. അപ്പം അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ഇടാത്തൊരു ഇടും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഡിസ്ക്ലെയിമർ ആയിട്ട്. അതായത്, വെരി ഗുഡ്. ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലാണ് ആദ്യം പീസ്, സമാധാനം, അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് ലവ് ഒക്കെ വരിക. പുറത്ത് അപ്പോഴും ചിലപ്പോൾ പല ആൾക്കാരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തുണ്ടാവും. പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് വരിക. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങൾ സക്സസിലേക്ക് എത്തുക. നിങ്ങൾ സക്സസ് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, മാത്രമല്ല, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തവർ കൂടുതലും നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ദൂരത്തുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്ത് വരും. ഓക്കെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എല്ലാവരും അല്ല, ചില ആൾക്കാർ. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ സക്സസ് എത്തുന്ന സമയത്ത് എല്ലാവരും പറയും, നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് അങ്ങനെയാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇങ്ങനെ നീ ആ ആ വഴിയിൽ പോയാലും സക്സസ് ആവാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്കിപ്പോ മനസ്സിലായി എന്ന് ഈ ആൾക്കാർ നമ്മളോട് വന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അന്ന് വന്നിട്ട് പറയും, അന്നേ എനിക്ക് അറിയായിരുന്നു നീ സക്സസ് ആവുന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അവർ പറയുന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലൈഫ് എന്ത് ചെയ്യാം? മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അതില് നിങ്ങൾ സക്സസ് ആവുന്ന സമയത്ത്, നിങ്ങൾ ഏതൊരു സംഭവം ആയിക്കോട്ടെ, അതിൽ സക്സസ് ആവുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും? നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേൾഡിന് ഒരു പുതിയ മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പം ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ക്വാളിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? വേൾഡിന് ഇൻസ്പിറേഷൻ ആയിട്ട് പോകുന്നത്. ഓക്കെ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ സക്സസ് ആവുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ചാലും സക്സസ് ആവാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് ബാക്കിയുള്ളവർക്ക് പോകുന്നത്, വേൾഡിന് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ആണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സക്സസ് ആവുന്ന സമയത്ത് നിങ്ങൾ വേൾഡിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ രത്തൻ ടാറ്റയുടെ കാര്യം. ഓക്കെ, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാനും ചാരിറ്റിക്ക് കൊടുക്കാനും ഇൻസ്പിറേഷൻ ആരാണ്? രത്തൻ ടാറ്റയാണ്. കാരണം അദ്ദേഹം ചാരിറ്റിക്ക് കൊടുത്തോണ്ട് ഒരിക്കലും എന്തായിട്ടില്ല, അയാളുടെ ബിസിനസ് ഫെയിൽ ആയിട്ടില്ല, അയാൾ ഗ്രോ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അയാൾ ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെൽഫിനെ കെയർ ചെയ്തിട്ട് നമ്മൾ സക്സസ് ആവുന്ന സമയത്താണ് നമ്മൾ വേൾഡിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ അങ്ങനെ മാറാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരാവട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാ, ഇനി വരുന്ന ഈ ഒരു വീക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ എപ്പോഴാണോ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അഫർമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ യൂണീക്ക്നെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് സെഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കാം കേട്ടോ. സെറ്റ് അല്ലേ എല്ലാവരും? യെസ്, വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Yeah, bye everyone. Thank you for joining and listening. See you.